സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത്. തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും MS വീണയാണ് ചേരുന്നത്. വീണ, അങ്ങനെ നിലവിൽ 12 ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത്, ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഏതെല്ലാം ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകുന്നത്? എങ്ങനെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ? പറയൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ആശ്വാസമായിട്ടുള്ള മഴയാണ് സംസ്ഥാനത്ത് ലഭിക്കുന്നതെങ്കിൽ പോലും ശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്ന് തന്നെയാണ് ഒടുവിൽ വന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. 1 മണിക്ക് വന്ന മുന്നറിയിപ്പിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 12 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കാലാവസ്ഥ മാറി മറിയാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും വരുന്ന മണിക്കൂറുകളിലും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പക്ഷെ അത് ഏത് ഒറ്റപ്പെട്ട മേഖലയാണെന്ന് കൃത്യമായി നമുക്ക് തരംതിരിച്ച് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. തീരദേശ മേഖലയിലുള്ളവരും അതുപോലെ തന്നെ മലയോര മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ, അതായത് ഇനിയുള്ള 2 ദിവസങ്ങളിലും മഴയുടെ തോത് ക്രമേണ കുറഞ്ഞു വരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നത്. നാളെ 10 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്, ബാക്കി 4 ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ്. പിന്നീട് 5-ാം തീയതിയാണ് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ, ഇന്ന് നൽകുന്ന മുന്നറിയിപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. പുഴയിലും ജലാശയങ്ങളിലും ഇറങ്ങുന്നത് അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതായിരിക്കും. അതിനാൽ തന്നെ നീന്തൽക്കുളങ്ങളിൽ അല്ലെങ്കിൽ നീന്താനൊന്നും കുളത്തിൽ ഇറങ്ങരുതെന്ന് കൂടി നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ അതിശക്തമായ മഴയോ ഒറ്റപ്പെടലോ ഉണ്ടായിക്കഴിഞ്ഞാൽ നിലവിൽ ആരംഭിച്ചിട്ടുള്ള കൺട്രോൾ റൂമുകളിൽ വിവരം അറിയിക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. ആശ്വാസകരമായിട്ടുള്ള മുന്നറിയിപ്പാണ് ലഭിക്കുന്നതെങ്കിൽ പോലും വരുന്ന മണിക്കൂറുകളിലും കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ശരി വീണ, വ്യക്തമാണ്. അതായത് നിലവിൽ തിരുവനന്തപുരവും കൊല്ലവുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതായത് കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴ അത് ഇനി വരുന്ന ദിവസം ഉണ്ടാകില്ല. മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന നിർദ്ദേശം. അതായത് ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഏത് നിമിഷവും മാറി മറയാം എന്നുള്ളൊരു കാര്യം കൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം.